ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛൻ മലങ്കര സഭയിലെ ഏറ്റവും സീനിയർ വൈദികനും ജ്ഞാനത്തിൻ്റെ ഒരു വലിയൊരു ഭണ്ഡാരമാണെന്നറിയാം. അച്ഛൻ്റെ എല്ലാ സേവനത്തിനും ആദ്യമായിട്ട് തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അച്ഛൻ്റെ ഈ ഒരു ജീവിതയാത്ര ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. കാരണം കടന്നു പോകുന്നതിന് മുമ്പ് ഒരു തിരിഞ്ഞു നോട്ടം നടത്തുന്നതിനുള്ളൊരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പോൾ 96 ഞാൻ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ അവസരത്തിലും എനിക്ക് ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ല എങ്കിലും അകത്തെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴും ചിന്തിക്കുകയും അതുപോലെ തന്നെ എഴുതുന്നതിനും പ്രയാസമില്ല. പലർക്കും കുറച്ച് കഴിയുമ്പോഴേ കയ്യക്ഷരമൊക്കെ പ്രയാസമായി വരും. ഇത് ഈ പ്രായത്തിലും ഞാൻ എഴുതുന്നതിനും പ്രയാസമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ഒട്ടേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ ഞാൻ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്ക് ഉദ്ധരിക്കട്ടെ, I am what I am by the grace of God. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ അത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ കോന്നിയിലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ആ സാഹചര്യത്തിൽ നിന്നാണ് വളർന്ന് സഭയിലെ ഏറ്റവും ഉന്നതമായ ഉത്തരവാദിത്വമേറിയ പദവികൾക്ക് എന്നെ അർഹനാക്കി. സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ, അതുപോലെ തന്നെ മറ്റെല്ലാ ഉത്തരവാദിത്വമുള്ള സമിതികളിലൊക്കെ എന്നെ ചുമതലക്കാരനാക്കിയിട്ടുണ്ട്. ഇന്നും ബാബായുടെ ഒരു അഡ്വൈസർ എന്നുള്ള നിലയിൽ എന്നെ കണക്കാക്കുകയും ആ വിധത്തിൽ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. സെമിനാരിയിലെ സേവനമാണ് എനിക്കെടുത്ത് പറയാനുള്ളത്. 54 വർഷം സെമിനാരിയിൽ സേവനം അനുഷ്ഠിച്ചിട്ട് ഒരാൾ ഞാനല്ലാതെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ചമ്മാച്ചനാണ്, കുറിച്ചിയിലെ ബാവായാണ് എന്നെ സെമിനാരിയിൽ നിയമിക്കുന്നത്. അന്ന് പലരും ഞാൻ ചമ്മാച്ചനായിട്ട് അവിടെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സീനിയർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച് എന്നോട് ഇടപെട്ടിട്ടുണ്ട്. ചോദിക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലായത് ഞാൻ അവിടുത്തെ അധ്യാപകനാണെന്നുള്ളത്. അപ്പോൾ എന്നെക്കാളും പ്രായമുള്ള ചമ്മാച്ചന്മാരെയൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അന്ന്. അതാണ് എൻ്റെ സഭയിലെ ആദ്യത്തെ രംഗം. അതിലെന്നെ നിയോഗിച്ചത് കുറിച്ചിയിലെ ബാവായാണ്. അതിൽ എനിക്ക് വലിയ ആദരവ് അദ്ദേഹത്തോടുണ്ട്, പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിക്കരുതെന്ന് ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അത് പലരോടും പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് അയാളെപ്പറ്റി വലിയ പ്രതീക്ഷയുണ്ട് എന്ന് ഒരിക്കൽ നമ്മളെ ഒരാളോട് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് തിരുവേലിക്ക് കേട്ടോ, ഓർത്തോളം. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് വന്നപ്പോൾ എങ്ങനെ അദ്ദേഹത്തെ ഇത് അറിയിക്കും? എന്നെപ്പറ്റി വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒരാളിനോട് ഇതൊരു വലിയ ആശങ്കയായിരുന്നു എനിക്ക്. തിരുമേനി വന്നു കുടുംബനിയിരുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അത് ഇരിപ്പുമാണ്. എന്നെ വളരെ ഭാരപ്പെടുത്തിയ ഒരു ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഇതെങ്ങനെ ഹൗ വിൽ കമ്മ്യൂണിക്കേറ്റ് ടു ഹിം എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എങ്ങനെ വാങ്ങിക്കും എന്നുള്ളതും ഇത് വലിയൊരു പ്രയാസമായിരുന്നു. പക്ഷേ ഒരു വലിയ അനുഗ്രഹമുണ്ടായത്, ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ ബാബായ്ക്ക് അറിയാമായിരുന്നു. ബാബായ്ക്ക് അറിയാനൊത്തത് ബാബ വെല്ലൂരി എന്നപ്പോഴേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അവിടുത്തെ ഹൗസ് സർജനാണെന്ന് ബാബായെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. കാലത്ത് ഒരു അച്ഛൻ്റെ മകളാണ്. അപ്പോൾ ഒരു അച്ഛൻ്റെ മകൾ ഇപ്പോൾ സഭയിലെ ബാബ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അടുത്ത് ചെന്ന് പരിചരിക്കുന്നത്. അങ്ങനെ പരിചരിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് ബാബായ്ക്ക് വലിയ വാത്സല്യവും സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്നു. പിന്നീട് എന്നെയും അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നമ്മൾ വിവാഹിതരാകുന്നത്.
അപ്പോൾ ബാബായ്ക്ക് ഇന്നാലാണെന്ന് അറിഞ്ഞപ്പോൾ കുഴപ്പമില്ല, സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആയിത്തീർന്നത്. പിന്നെ ഞങ്ങളുടെ വിവാഹം ബാബായ്ക്ക് നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ പാമ്പാടി തിരുമേനിയാണ് ഞങ്ങളുടെ വിവാഹം നടത്തിയത്. അതിന് കാരണമുണ്ട്. എൻ്റെ വൈഫ് ചെറുപ്പം മുതൽ ഒരച്ഛൻ്റെ മകളാണ്. അപ്പോൾ ചെറുപ്പം മുതൽ പാമ്പാടി തിരുമേനിയുടെ അടുക്ക് പോവുകയും തിരുമേനിയുമായിട്ട് കാണുകയും തിരുമേനി വാത്സല്യത്തോടെ നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരുമേനിയെ കൊണ്ട് വേണം കല്യാണമെന്ന് അവളുടെ താല്പര്യമായിരുന്നു. ആ മീനെടുത്ത് അച്ഛനും എൻ്റെ ഫാദറിലോയ്ക്കും അതായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീനെടുത്ത് പള്ളിയിൽ വെച്ച് പാമ്പാടി തിരുമേനിയാണ് ഞങ്ങളെ കൈപിടിപ്പിച്ചത്. അത് വലിയ പദവിയായിട്ടും കൃപയായിട്ട് ഞാൻ കാണുന്നു. കാരണം ആ മഹാപരിശുദ്ധനായ പാമ്പാടി തിരുമേനി ഞങ്ങളെ ഒന്നിച്ച് ചേർത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവർ രണ്ടുപേരും കൂടെ പാമ്പാടി ചെല്ലും. മീനെടുത്തു നിന്ന് നടന്ന പാമ്പാടിയിലെത്തുന്നത്. എത്തുമ്പോൾ വലിയ സന്തോഷമാണ്. വലിയ മാമായുടെ മേത്താസിൻ്റെ മുറിയിലോട്ട് ഞങ്ങളെ വിളിച്ച് വല്ലതുമൊക്കെ തരും. തിന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ വാത്സല്യത്തോടെയായിരുന്നു തിരുമേനി ഉണ്ടായിരുന്നത്. ആ തിരുമേനിയുടെ ഒരു വലിയ അനുഗ്രഹം എൻ്റെ വൈഫിനുണ്ടായിരുന്നു. കാരണം വലിയൊരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ ഉടനെ അച്ഛൻ ഓടിച്ചെന്ന് പറഞ്ഞിങ്ങനെ വലിയൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ബസാച്ചനും പാമ്പാടി തിരുമേനി വിളിച്ചൊരു തുക പഠിക്കാൻ കൊടുത്തു. ആദ്യമായിട്ട് കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അത് ആ പഠിത്തത്തിന് കിട്ടിയത്, ആദ്യമായി കിട്ടിയത്. അങ്ങനെ തിരുമേനിയുടെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് പഠിക്കാൻ പോയതും. അപ്പം ഞാൻ ആളിനെയാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളത് വന്നതുകൊണ്ട് പിന്നെ പ്രയാസമൊന്നുമില്ലായിരുന്നു. വലിയ ഞങ്ങളെ കൈപിടിപ്പിച്ചത് പാമ്പാടി തിരുമേനിയാണ് മീനെടുത്ത് പള്ളിയിൽ വെച്ച്. അത് വലിയ അനുഗ്രഹമായിട്ട് ഞാനിപ്പോഴും. പാലട്ട് തിരുമേനി ഉണ്ടായിരുന്നു, അദ്ദേഹം അടുക്കുന്ന ഇപ്പോഴുണ്ട്. പക്ഷേ ഞങ്ങളെ കൈപിടിപ്പിച്ചത് പാമ്പാടി തിരുമേനിയാണ്. കുഞ്ഞോറിയാമേ എന്നെ വിളിക്കുള്ളൂ. അടുത്ത് വരുമ്പോൾ പറയും കുഞ്ഞോറിയാമേ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ ഹൃദയം കുളിർമ ഉളവാക്കുന്ന ഒരു അനുഭവമായിരുന്നു. പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ അനുഗ്രഹം ആവശ്യം കൊണ്ടാണ് വെല്ലൂർ പോയത്. അവധി കിട്ടുമ്പോഴൊക്കെ അവിടെ ചെല്ലുമായിരുന്നു. അങ്ങനെ ഒരു വാത്സല്യമുള്ള ആളുടെയാണ് ഞാൻ കിട്ടിയത്. അതുകൊണ്ട് പാമ്പാടി തിരുമേനിക്കും താല്പര്യമായിരുന്നു. കൊച്ചിയിലെ ബാബായ്ക്കും ആ ആളിനെയാണ് ഞാൻ കിട്ടുന്നത്. ഒരു അച്ഛൻ്റെ മോളാണ്. അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. വെല്ലൂർ സെക്കൻഡ് ബാച്ചാണ്. വെല്ലൂർ ഹോസ്പിറ്റലിലെ സെക്കൻഡ് ബാച്ചാണ്. അത് ബ്രൈറ്റായിട്ടുള്ള ഒരാളാണ്. ഞാൻ അവിടെ ഒരു പേഷ്യൻ്റായിട്ട് ചെന്നതാണ്. ഞാൻ കൽക്കട്ടായി ബിഡിക്ക് പഠിക്കുക. അവിടെ ഫസ്റ്റ് ഇയർ എനിക്ക് വയറ്റിൽ അസുഖമായി. അവിടുത്തെ ഒരു ലേക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ 1 മാസം ഞാൻ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് അവധി വന്നപ്പോൾ വെക്കേഷനാണ്, മിഡ് സമ്മർ വെക്കേഷൻ വന്നു. കൽക്കട്ടായിൽ നിന്ന് നേരിട്ട് ഞാൻ വെല്ലൂർക്കാണ് പോയത്. നാട്ടിലേക്ക് പോകുന്നില്ല. കാശും കയ്യിലൊന്നുമില്ല എന്നുള്ളത് അതും കൂടെ ഓർക്കേണ്ട കാര്യമാണ്. എങ്കിലും വെല്ലൂര് പോയി. വെല്ലൂര് ചെന്നു. അപ്പോൾ അവിടുത്തെ ചാപ്പിളയിൽ അച്ഛൻ താല്പര്യക്കാരനായിരുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥിക്കും അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. പിന്നെ എപ്പോഴും എൻ്റെ അടുക്ക് വരുമായിരുന്നു, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുവാനൊക്കെ ആയിട്ട്. പക്ഷേ എനിക്കന്ന് വലിയ ബഹുമാനമോ, കാരണം ഒരു ഡോക്ടറാണ്, ഹൗസ് സർജനാണ്. ഞാനാ ഒരു കൊച്ചിയമ്മച്ചൻ ബന്ധമൊന്നും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് യാതൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോകുന്നു സുഖമായി. അപ്പം നന്ദി പറഞ്ഞ് എഴുത്തെഴുതി. ആ എഴുത്തിനെങ്ങനെ തുടർച്ചയായിട്ട് വന്നാണത് സ്നേഹത്തിൻ്റെ അതിലേക്ക് വന്നത്. ആദ്യം എനിക്കങ്ങോട്ട് ചിന്തിക്കാൻ പോലും മേല. കാരണം ഞാനൊരു ഉച്ചമാറ്റനായിട്ട് ഇത്രയും വലിയ മെഡിസിനൊക്കെ പഠിച്ചൊരു ഡോക്ടറൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു
എന്താ പറയേണ്ടത്, ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, പിന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, ലോകത്തിൻ്റെ ധനമോ പണമോ ഒന്നും അല്ല നോട്ടം. ഒരു വലിയ ആദർശവതിയായിരുന്നു, വലിയ ആദർശവതിയായിരുന്നു. അത് എത്ര പറഞ്ഞാലും അധികമാകില്ല. കോട്ടൺ സാരിയെ ഉടുക്കൂ. ബൈബിൾ ഒരു 25 പ്രാവശ്യമെങ്കിലും കവർ ടു കവർ വായിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെയാണല്ലോ കിടക്കുന്നത്. എഴുന്നേറ്റും ഇവിടെ ഇരുന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. 4:30 എഴുന്നേക്കും. അത് കൃത്യം 4:30 എഴുന്നേക്കും. 4:30 മുതൽ 5 വരെ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് പുള്ളിക്കാരി അടുത്ത മുറിയിൽ പോകും. ഞാനിവിടെ ഈ ഇതൊന്ന് പിരിച്ച് ഷാർപ്പോളിൽ പിരിച്ച് ഞങ്ങൾ എക്സസൈസ് ചെയ്യും. യോഗ എനിക്കിഷ്ടമായിരുന്നു. യോഗ ചെയ്യുമ്പോൾ 1/2 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും. പുള്ളിക്കാരി അവിടെ പോയിരുന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. എൻ്റെ യോഗ തീരുമ്പോഴേക്ക് പോയി ചെന്ന് ചായ പുള്ളിക്കാരിയുടെ കൈകൊണ്ട് തന്നെ തരണമെന്ന് നിർബന്ധമുള്ള ആദ്യത്തെ കപ്പ് ചായ. വേലക്കാരിയെ വിളിക്കുകയില്ല. അത് പുള്ളിക്കാരി തന്നെ പോയി ആ ചായ ഇട്ടുകൊണ്ട് ഇവിടെ ഞാനിവിടെ എഴുന്നേറ്റിരിക്കുമ്പോഴേക്ക് ഇവിടെ തരും. ആ ഒരു വലിയ ആദർശവതിയായിരുന്നു. ഗവൺമെൻറ്റിലായിരുന്നു. ഗവൺമെൻറ്റിലായി കോട്ടയത്ത് DMO ആയിട്ട് 7 വർഷം കോട്ടയത്ത് ജോലി നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡയറക്ടറായത് തിരുവനന്തപുരത്ത്. അവിടുന്ന് പിന്നെ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പലരും വിളിച്ചു. ചില ഹോസ്പിറ്റലിലേക്കൊക്കെ ഇങ്ങനെ പേരുള്ള ഒരാളാണല്ലോ എന്ന് വിചാരിച്ച് പലരും പ്രൈവറ്റ് ആശുപത്രികളിൽ വിളിച്ചു. ഇല്ല, എനിക്ക് ഒരു പേഷ്യൻ്റ് ഉള്ളു ഇപ്പം നോക്കാൻ, അതുകൊണ്ട് ഞാൻ ആ പേഷ്യൻറ്റിനെ വിട്ടിട്ടെങ്കിലും വരുന്നില്ല എന്ന് പറഞ്ഞ് മുഴുവൻ സമയവും എൻ്റെ കൂടെയായിരുന്നു. അതുപോലെ ബൈബിൾ എന്ത് നിശ്ചയമായിരുന്നു അറിയാമോ. ഞാൻ പറഞ്ഞല്ലോ രാവിലെ പോയി ഇത് വായിക്കുമെന്ന്. ആ മുറിയിൽ പോയിരുന്ന് 1 മണിക്കൂർ ബൈബിൾ വായിക്കും. അങ്ങനെ 25 പ്രാവശ്യമെങ്കിലും കവർ ടു കവർ വായിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ചില വാക്യങ്ങളെക്കുറിച്ച് ഇതെവിടെയാവുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലയോ ഇതാണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ആ വാക്യം എടുത്തു തരും. അത്ര വേദപുസ്തകം നല്ല നിശ്ചയമായിരുന്നു. അങ്ങനെ അധികം പേരെ നമുക്ക് മറ്റൊന്ന് വനിതാ സമാജത്തിനോ മറ്റേതെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ബൈബിൾ കയ്യിൽ കാണും. നമ്മളെ വനിതകളെ എത്ര പേരാ ബൈബിളും കൊണ്ട് പോകുന്നത്? ആരും പോകില്ല. അപ്പോൾ എനിക്കും എന്നോട് പറയുന്നത് മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം, എക്സാമ്പിളായിരിക്കണം. ഞാനതിന് എൻ്റെ കയ്യിൽ ഈ ബൈബിൾ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ എപ്പോഴും എവിടെ ഏത് സമ്മേളനത്തിലും മീറ്റിങ്ങിന് പോയാലും ബൈബിളും കൊണ്ടേ പോകുമായിരുന്നുള്ളൂ. ബൈബിൾ വായന വലിയ നിർബന്ധമായിരുന്നു. ഞാൻ ഈ എക്സസൈസ് എടുക്കുന്ന സമയം മുഴുവനും ബൈബിൾ വായനയാണ്. അങ്ങനെ മുറിയിൽ ബൈബിൾ നമ്മൾ ഈ ഒരു വാക്യവും പറയും, ക്യാരി ദ ബൈബിൾ ആൻഡ് ദ ബൈബിൾ വിൽ ക്യാരി യു. ഇതും കൂടെ പറയുമായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ച് സാഹിബന്മാരാണ്ട് പറഞ്ഞ് കേട്ടതാണ് വെല്ലൂരെ. അതൊരു വലിയ തത്വമായിട്ട് ഇങ്ങനെ വേദപുസ്തകം. രാവിലെ ഞങ്ങൾ 4:30 എഴുന്നേൽക്കുന്ന പതിവാണ്. എഴുന്നേറ്റിപ്പിടിരുന്ന പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ യോഗ ചെയ്യും. ഇവിടെ ഒരു ടാർപോളിൻ വിരിച്ച് കിടന്നും ഒക്കെ ആയിട്ട് ചെയ്യും. 1 മണിക്കൂർ ചെയ്യും അന്ന്. ഇപ്പം ഒന്നുമില്ല. ഇപ്പം ബ്രീതിങ് എക്സസൈസേ ഉള്ളൂ ഇപ്പോഴും. കുഞ്ഞെ അതുകൊണ്ടാണ് ഈ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ 96 എത്തി നിൽക്കുമ്പോഴും കുഴപ്പമില്ലാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാനിരിക്കുന്നത് എന്താണ് അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം? ഇതാ ഈ യോഗ എന്ന് പറയുന്നത് വലിയ ഒരു എക്സസൈസ്. യോഗ എന്ന് മാത്രമല്ല, എക്സസൈസ് ആസ് എ ഹോൾ അതൊരു ആവശ്യമാണ്. നമ്മുടെ പലരും അതൊന്നും ചെയ്യത്തില്ല. ഇതിൽ കഴിയുമ്പോൾ ചാപ്പാട് കാണിക്കും, കണക്കില്ല. അതുപോലെ